എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ ഗട്ടർ റോഡിൽ നമുക്ക് വാഹനം എങ്ങനെ ഓടിക്കാം. ഈ റോഡ് ഫുള്ള് ഗട്ടറാണ്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന 4th ഗിയറിലാണ്. സോ ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി കൊടുത്തു. ഓക്കെ, ആവശ്യത്തിന് ക്ലച്ച് ഫുള്ള് ചവിട്ടി, ബ്രേക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യാണ്, ചവിട്ടി കൊടുക്കുകയാണ്. ഗിയർ ഇപ്പോൾ കിടക്കുന്നത് 4th-ലാണ്. ഞാനിപ്പോൾ ക്ലച്ച് പൊക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി ഓഫാവും. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഇങ്ങനത്തെ കണ്ടീഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ലോ ആവുന്ന നല്ല കണ്ടീഷൻ വരികയാണെങ്കിൽ ഗിയർ എന്ത് ചെയ്യണം, ഡൗൺ ചെയ്യണം. സോ തേർഡിലേക്ക് ഇടുക. സോ തേർഡിൽ ഇത് പോകാൻ കഴിയില്ല, കാരണം നല്ല ഗട്ടറാണ്. അപ്പോൾ പതുക്കെ നമുക്ക് ചവിട്ടി ഇറക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യണം, സെക്കൻഡിലേക്ക് വരണം. ഓക്കെ, ഇനി വലിയ ഗട്ടറാണെങ്കിൽ ഒന്നും നോക്കാല്ല, ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്ന ഗിയറിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നല്ല വലിയ ഗട്ടറാണ്, നമുക്ക് ചവിട്ടി പതുക്കെ ഇറക്കാൻ പറ്റുള്ളൂ. സോ 8 ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറാണ്. സോ ഈ സമയത്ത് നമുക്ക് എപ്പോഴും പറയുന്നത് വെച്ചാൽ ആവശ്യത്തിന് എന്ത് ചെയ്യുക, ബ്രേക്ക് ചവിട്ടി കൊടുക്കുക. ക്ലച്ച് ഇപ്പോൾ ഓൾറെഡി ഫുള്ള് ചവിട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യുക, റിലീസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആവശ്യത്തിന് ചവിട്ടി കൊടുക്കുക. ഓക്കെ, ഫുള്ള് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഒറ്റ നിൽക്കണം. റോഡാണെന്നുള്ള ബോധ്യം എല്ലാവർക്കും വേണം. ഓക്കെ, അതിനുശേഷം നമ്മൾ പോകുന്ന ഈ റോഡിൽ ഗട്ടർ ചിലപ്പോൾ ഈ മഴയുള്ള സമയത്തൊക്കെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാരണം ഗട്ടറിൻ്റെ കുണ്ട് എത്രയൊന്നും നമുക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ പതുക്കെ ഏറ്റവും മാക്സിമം സ്പീഡ് കുറച്ച് പതുക്കെ ഗട്ടറിലൂടെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുക. റോഡ് അത്രയും മോശമാണെങ്കിൽ, ഇവിടെ ഭയങ്കര മോശമാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും നല്ല സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഗട്ടറിൻ്റെ ഇടയിൽ കൂടിയാണ് ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ജഡ്ജ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവർക്ക് പോകാനുള്ള ഗ്യാപ്പ് എന്തായാലും ഓൾറെഡി അവിടെ ഉണ്ട്. സോ നമ്മൾ പേടിക്കരുത്. നമ്മൾ ഒരു ഫ്രഷേഴ്സ് ആണെങ്കിൽ കൂടി നമ്മളൊരു കൺട്രോൾ, നമ്മൾ വണ്ടി പതുക്കെ മൂവ് ചെയ്യാൻ പോകും. അപ്പോൾ പോവില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ പാടമാണ്, ഇപ്പുറത്തും പാടമാണ്. സോ നമുക്ക് പോവില്ലാന്ന് തോന്നുകയാണെങ്കിൽ പോകരുത്, വണ്ടി ചവിട്ടി നിർത്തുക. അവർ പോയതിന് ശേഷം പോയാൽ മതി, ഒരു ധൃതിയില്ല. ഓക്കെ, അത് വിചാരിച്ച് വണ്ടി റോഡിന്റെ സെന്ററിൽ കൊണ്ടുപോയി നിർത്തരുത്. സോ ഇത് വേറൊരു വാഹനം വരുന്നു. അപ്പോൾ നമുക്ക് അപ്പോഴും ജഡ്ജ് ചെയ്യണം, നമുക്ക് അതിൽ കൂടി പോകാൻ പറ്റുമോ. ഓക്കെ, എനിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ അവർ അത്രയും ഗട്ടറാണ്, എനിക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. അപ്പോൾ സോ ഞാൻ അവിടെ ചവിട്ടി കൊടുക്കണം, വേറെ വഴിയില്ല. ഓക്കെ, അപ്പോൾ ചവിട്ടി പതുക്കെ എന്ത് ചെയ്യുക, ക്ലച്ച് ഇങ്ങനെ മെല്ലെ പൊക്കിയിട്ട് പതുക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ പൊക്കി കൊടുക്കുക. ബ്രേക്കിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ്. സോ നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യം ഒരിക്കലുമില്ല. ഓക്കെ, ക്ലച്ച് ഇങ്ങനെ താങ്ങി കൊടുക്കുക. ഓക്കെ, താങ്ങി ഈ ഫസ്റ്റ് ഗിയറിൽ അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാനുള്ളൊരു സ്പീഡ് ഉണ്ടായിരിക്കും, കാരണം ഈ ഫസ്റ്റ് ഗിയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എച്ച് ഇടുന്നത്. ഓക്കെ, നമ്മളെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പ്രധാനപ്പെട്ട അതാണ് എച്ച് ഇടുക എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഫസ്റ്റ് ഗിയർ വെച്ചിട്ടാണ്, അല്ല ആക്സിലേറ്റർ പോലും യൂസ് ചെയ്യുന്നത്. സോ ആ ഗിയറിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിൻ്റെ സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ എച്ച് പഠിക്കുന്ന എന്തിനാ വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ ആവശ്യം അല്ലെങ്കിൽ ഇത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ട്രാഫിക് അല്ലെങ്കിൽ നമ്മളെ കയറ്റം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് എച്ച് എന്ന് പറയുന്ന സാധനം. ഓക്കെ, എച്ചിന് നമുക്ക് കുറച്ച് ചവിട്ടിയിട്ടാണ് പഠിക്കുന്നത്. ഫസ്റ്റും റിവേഴ്സും അതിൻ്റെ സ്പീഡൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എച്ചിൻ്റെ ഉള്ളിലാണ്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് ലെവലാക്കാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്, എച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എച്ച് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും പേടി അല്ലെങ്കിൽ ഭയമുണ്ടെങ്കിൽ, ഡ്രൈവിംഗ് ഓടിക്കാൻ ഭയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക. അതിന് വേറെ കുറേ ടിപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി എന്ത് ചെയ്യുക, വാഹനം ഓടിക്കാൻ നോക്കുക. ഒരു ടെൻഷനും വേണ്ട, എല്ലാവർക്കും എന്ത് ചെയ്യും, ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം.